എനിക്ക് നിന്നോട് പിണക്കൊന്നുമില്ല. നീ ഇവിടെ നിന്നാ എൻ്റെ കൂടെ പണി ഇല്ലാതാവുന്നൊരു ഭയം. നീ ഇത് വെക്കി. നിനക്ക് പണത്തിന് ബുദ്ധിമുട്ടുണ്ടല്ലോ. ഇനി എന്തെങ്കിലും ആവശ്യം വന്നാൽ എന്നോട് പറയാൻ മടിക്കണ്ട. നീ എന്തൊരു കഴിക്കാനുണ്ടാക്ക? അല്ല, ഇന്ന് നീ തയ്യൽ കടയിൽ നിന്ന് പോയില്ലേ? ഒരു കരിങ്കണ്ണൻ ആങ്ങളെ ഉണ്ടെങ്കിൽ ജീവിതത്തിൽ പിന്നെ എന്താ വേണ്ടേ? നാട്ടിലെ കൊള്ളാവുന്നവരോടൊക്കെ വഴക്കുണ്ടാക്കി വന്നേക്കുന്നു. ഓൾക്ക് എന്നെ കൊണ്ട് ബുദ്ധിമാണെന്ന് പറയുന്നു. അമ്മയ്ക്കും ഈ സിദ്ധാർത്ഥ ചെലവായി തുടങ്ങിയ പൊരനിറഞ്ഞു നിൽക്കണ പെണ്ണിന് എന്താണ് വേണ്ടതെന്ന് അവളുടെ ഉടപ്പിറന്നോ മനസ്സിലാക്കണം. വയറ് പൊരിഞ്ഞ പെണ്ണ് പൊറുക്കും. പക്ഷെ അടിവയറിന്റെ പൊരിച്ചിൽ മാറ്റാൻ നീ കൊണ്ടുവന്ന അരി കൊണ്ടാവില്ല. ഓളുടെ പ്രായത്തിലുള്ള പെൺകുട്ടികളുടെ ഒക്കെ കല്യാണം കഴിഞ്ഞില്ലേ? ഓൾക്ക് നല്ലൊരു ചെക്കനെ കൊണ്ട് കൊടുക്കാൻ നിനക്കാവോ? ഒരു കരിങ്കണ്ണന്റെ പെങ്ങളെ തേടി ഏത് പുരുഷനാ വരിക? അച്ഛനും കരിങ്കണ്ണൻ, ആങ്ങളെയും കരിങ്കണ്ണൻ. മോനെ സസ്കിയെ നല്ലൊരു ഫോട്ടോ എടുക്ക്. അല്ല, ഇത് ലോകം മുഴുവൻ കാണുമോ? ലൈവ് സ്ട്രീമിംഗ് വേൾഡ് വൈഡ്. മോളെ ഉഷാറായിട്ട് നിന്നേ. കണ്ടില്ലേ ഓ കണ്ടുപിടിച്ചുകൊണ്ടുവന്ന പെണ്ണു പറഞ്ഞിരുന്നത് വേറെ ഒന്നിനും കിട്ടാത്ത പോലെ. ഇനി താഴെ മോനെ നോക്കി ഇറങ്ങണേ. പെണ്ണുങ്ങളൊക്കെ അകത്തേക്ക് പോയി, നിങ്ങളൊക്കെ കൂടെ ചെല്ല്. ചുള്ളിവിൽ തുണിയേറ്റല്ലോ അമ്മോനായി പോയില്ലേ. അതെ, എല്ലാരും ഊണ് കഴിച്ചിട്ടേ പോവാം. സോമ, എല്ലാ കാര്യം നോക്കണം. കുട്ടികൾ തമ്മിൽ ഇഷ്ടത്തിലാന്ന് അറിഞ്ഞപ്പോ ഞാനത് നടത്തി കൊടുക്കാൻ തീരുമാനിച്ചു. അല്ല, ഇനിയും കുന്നിക്കുരു പെറുക്കാൻ കൊന്തക്കാട്ട് പോയിട്ട് വല്ല പാമ്പിന്റെ കടി കൊള്ളണ്ടല്ലോ. അല്ല, ഇയാൾ അടിക്കോ? അനാവശ്യം പറഞ്ഞടിക്കും. അതല്ലട, സ്മോൾ അടിക്കോ? സ്മോൾ വേണ്ട, ലാർജ്. എന്നാലേ പിന്നോട്ട് ചെന്നു. അതെ, എന്റെ മരുമാനായതുകൊണ്ട് പറയല്ല. ശരി കേട്ടോ മോനെ. ചേച്ചിയുടെ സ്നേഹേ കണ്ടില്ലേ? ഇത്രയും നല്ല സ്വഭാവ ഗുണമുള്ള ഒരു പയ്യനെ ഇക്കാലത്ത് കിട്ടാൻ പാടാ. രാഹുലിനെ നോർത്ത് ഇന്ത്യയിൽ വിട്ടു പഠിപ്പിച്ച് ഒരു ഗുജറാത്തി സുന്ദരിയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്നായിരുന്നു ആഗ്രഹം. അല്ലെ, ഗുജറാത്തിനൊന്നും ഇത്ര പ്രത്യേകത? ഗുജറാത്തിൽ നല്ല ഡെവലപ്മെന്റ്സ് അല്ലേ? രാവിലെ ഉണ്ടായിരുന്നോ? രാവിലെ കഴിക്കണം കേട്ടോ. കഴിച്ചിട്ടേ പോളൂ. ഒന്ന് വെയിറ്റ്. നോക്കോ. ഓക്കെ. എൻ്റെ അടുത്താ കളി. ഞാൻ കൊറേ കണ്ടിട്ടുള്ളതാ. ബാസു, ഇല കൊടുക്ക്. അപ്പേട്ടാ, ഗ്ലാസ് വേഗം നോക്ക്. വാ, ഇരിക്കും, ഊണ് കഴിക്കാം. ദാ ഊണ് കഴിക്കാനുള്ള ഒരു ഒന്നിരിക്കണേ. സിദ്ധു, നീ അകത്ത് പോയിരുന്ന് കഴിച്ചോ. നമസ്കാരം. 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 ഞാൻ കുറെ നേരമായി നോക്കുന്നു. ഇരിക്കുക.
ഞങ്ങൾ പട്ടാളക്കാർ എത്ര കാലമാണ് സ്വന്തം വീട്ടിൽ നിന്നും ഭാര്യയുടെ അടുത്തു നിന്നൊക്കെ മാറി രാജ്യത്തിന്റെ ബോർഡറിൽ കഷ്ടപ്പെട്ട് കിടക്കുന്നത് നിങ്ങൾ വല്ലതും ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ലെന്നേ. ഞങ്ങൾ അതിർത്തിയിൽ രാപ്പകലില്ലാതെ കാവൽ നിൽക്കുന്നതുകൊണ്ടല്ലേ നിങ്ങളൊക്കെ പല നാടുകളിൽ സന്തോഷമായി ജീവിക്കുന്നത്. അത് ശരിയാ. ജീവൻ പണയപ്പെടുത്തി മറ്റു രാജ്യങ്ങളിലെ പട്ടാളക്കാരോട് യുദ്ധം ചെയ്യേണ്ടി വരുന്ന ഞങ്ങൾക്ക് ഇടയ്ക്കൊക്കെ അവധിക്ക് നാട്ടിൽ വരുമ്പോൾ ഈ നാടിന്റെ ഭംഗിയും സൗന്ദര്യവും ഒക്കെ മനസ്സിന് കുളിരേകുന്നുണ്ട്. ആസ്വദിക്കേ. ഇവള് കൊള്ളാലേ. വിടർന്ന കണ്ണുകൾ, മലർന്ന ചുണ്ടുകൾ, വടിവൊത്ത ശരീരം, മൊത്തത്തിൽ കൊള്ളാം. ചേച്ചി ഞാൻ പോകും. ആ മോളെ, നീ ആ വഴിക്ക് പോയിക്കോ. ആ ശരി. വൃത്തിയെത്തോന്നു. ആണല്ലേ? അവള് സിദ്ധാർത്ഥന്റെ പെങ്ങളാണെന്നുള്ള കാര്യം മറക്കണ്ട കേട്ടോ. അവനെങ്ങാനും കണ്ട് വല്ലതും പറഞ്ഞാണ്ടല്ലോ പിന്നെ അത് മതിയാവും. ഓ, കാര്യം കണ്ടെന്നൊരു പ്രശ്നമല്ലെന്നേ. അല്ല അല്ലേ? പറഞ്ഞ് നാവിടത്തിൽ അവൻ വരുന്നുണ്ട്. ആ സിദ്ധാർത്ഥ, ഇവരെല്ലാം പറയുന്ന നിന്റെ കഴിവൊന്ന് കാണാൻ ഒരു മോഹം. അവനെ ആ കരിങ്കണ്ണ് കാണിച്ചൊന്ന് വീഴ്ചേ. അങ്ങനെ തന്നെ വേണം. ഇഞ്ചക്ഷൻ എടുക്കാനുണ്ടേ. ഓ, കയ്യിലാണേ. സിസ്റ്ററെ തൊടയിലോ ചന്തിയിലോ എടുക്കുന്നതല്ലേ കൂടുതൽ നല്ലത്. അല്ലല്ലോ, ഈ ഇഞ്ചക്ഷൻ കയ്യിലെടുക്കുന്നതാ. സിസ്റ്ററുടെ കഴുത്തിൽ തൂങ്ങി കിടക്കുന്ന ID കാർഡിലേക്ക് നോക്കി കിടന്ന വേദന അറിയേയില്ല. എന്താ മോഹനേട്ട എങ്ങനെയുണ്ട്? കാലിന് വേദന ഉണ്ടോ? ഉണ്ടല്ലോ. അവനെ ഇനിയെങ്കിലും ഈ നാട്ടിൽ നിന്ന് ഓടിക്കണം. രാഹുലിനൊരു നല്ല പെണ്ണിനെ കിട്ടായിട്ടാണോ അവൻ പോയി ആ ഉണക്ക പെണ്ണിനെ കെട്ടിയത്? അത് പ്രേമിച്ച്. ഈ പ്രേമം തന്നെ വികാരം തന്നെ പ്രശ്ന. അതുകൊണ്ടേ പ്രേമിക്കാനേ പാടില്ല. എനിക്കാണെങ്കിൽ കാണുന്ന എല്ലാ പെണ്ണുങ്ങളോടും ഭയങ്കര പ്രേമമാണ്. പക്ഷെ ആരും എന്നെ പ്രേമിക്കുന്നില്ല. എന്താ ചിരിക്കുന്നേ? ഓ, എൻ്റെ കൂട്ടുകാരായ ചില എക്സ് മിലിറ്ററിക്കാർ ടൗണിലുണ്ട്. നമുക്ക് അവരെ വിളിച്ചു വരുത്താം. അവരാകുമ്പോ എതിർക്കുന്നവരെ അടിച്ചൊതുക്കാൻ എളുപ്പമാ. അല്ല മോഹനേട്ടാ, സോറി. അല്ല മോഹനേട്ടാ, ഈ സിദ്ധാർത്ഥനോട് എന്താ ഇത്ര വൈരാഗ്യം? അവൻ അന്ന് ആ പച്ചമരുന്ന് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുത്തില്ലായിരുന്നെങ്കിൽ ആ പെണ്ണ അന്നേ ചത്തുപോയനെ. ശ്രീദേവിയോട് കുറെ കാലമായി ഞാൻ പറയണമെന്ന് വിചാരിക്കുക. ഒരുമിച്ച് പഠിക്കണ കാലം മുതൽ എനിക്ക് ശ്രീദേവി വളരെ ഇഷ്ടമാണ്. പിന്നെ എൻ്റെ പാരൻസ്, അവർക്കും ശ്രീദേവിയുടെ സ്വഭാവം, പെരുമാറ്റം ഇതെല്ലാം വളരെ ഇഷ്ടമാണ്. സോ വിൽ യു കൺസിഡർ ദിസ് ആസ് എൻ ഒഫീഷ്യൽ പ്രൊപ്പോസൽ? വിനോദ്, ഞാനിതിനെക്കുറിച്ചൊന്നും ഇതുവരെ ചിന്തിച്ചിട്ടേ ഇല്ല. ഓക്കെ, അപ് ടു യു. ലെറ്റ്സ് റിമെയിൻ ആസ് ഗുഡ് ഫ്രണ്ട്സ്.